യെരൂശലേം നഗരിയതിൽ വരുന്നു മഹാരാജനെന്നു അറിഞ്ഞതിനാൽ ബഹുജനങ്ങൾ ഒരുങ്ങി വന്ന രചനയെതിരേൽപ്പാൻ ഒരുങ്ങി വന്ന രചനയെതിരേൽപ്പാൻ. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശുവിനോടൊപ്പം 40 ദിവസം എന്ന വചനധ്യാനത്തിൻ്റെ പരമ്പരയിൽ 40-ാം ദിവസമായി ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ എത്തുന്നത് ഓശാനയുടെ ഓർമ്മകളുമായിട്ടാണ്. ഇന്ന് ഈ ഞായറാഴ്ച, ഓശാന ഞായറാഴ്ച, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ എത്തുമ്പോൾ ആ ഓശാനയുടെ ഓർമ്മകൾ നമ്മൾ ഉണർത്തുന്ന തിരുക്കർമ്മങ്ങളിൽ പങ്കുചേർന്നുകൊണ്ടാണ് ഓശാന ആചരണത്തിൽ നമ്മൾ പങ്കുചേരുന്നത്. ആ വിശുദ്ധരുടെ ഭാഗം വായിച്ച് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ വചനധ്യാനത്തിൽ പങ്കുചേരാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അവർ ജെറുസലേമിനെ സമീപിക്കവേ ഒലിവുമരയ്ക്ക് അരികെയുള്ള ബെത്ഫഗയിലെത്തി. അപ്പോൾ ഈശോ തൻ്റെ 2 ശിഷ്യന്മാരെ ഇപ്രകാരം ഗ്രാമത്തിലേക്ക് അയച്ചു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ഒരു കഴുതയെയും അടുത്ത് അതിൻ്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും. അവയെ അഴിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. അവൻ ഉടനെ അവയെ വിട്ടുതരും. പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാകുവാനാണ് സംഭവിച്ചത്. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിൻ്റെ രാജാവ് വിനയാന്വിതനായ കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിൻ്റെ അടുക്കലേക്ക് വരുന്നു. ശിഷ്യന്മാർ പോയി ഈശോ കൽപ്പിച്ചതുപോലെ ചെയ്തു. അവർ കഴുതയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്നു. അവിടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി. യേശുവിന് മുമ്പിലും പിൻപിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തു വിളിച്ചു: ദാവീദിൻ്റെ പുത്രൻ ഓശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഓശാന. അവൻ ജെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകി വശായി. ആരാണിവനെന്ന് എല്ലാവരും ചോദിച്ചു. ജനക്കൂട്ടം പറഞ്ഞു, ഇവൻ ഗലീലയിലെ നസറത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശുവാണ്. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് സാർവത്രിക സഭ ഓശാന ഞായറായിട്ട് ആചരിക്കുകയാണ്. ലോകത്തിലെല്ലായിടത്തും എല്ലാ ദേവാലയങ്ങളിലും ആഘോഷമായി കുരുത്തോലകൾ കൈകളിലേന്തിയും ഒലിവ് ചില്ലകൾ കൈകളിലേന്തിയും വിശ്വാസ സമൂഹം മുഴുവനും നമ്മുടെ കർത്താവിന് ഓശാന പാടി ദേവാലയ കവാടം മുട്ടിത്തുറന്ന് ദേവാലയത്തിൽ പ്രവേശിച്ച് ദൈവാരാധന നടത്തുന്ന ദിവസമാണ്. ആ ഓശാനയുടെ അനുഭവം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. നമ്മൾ കാണുന്നു, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലാണ് ഈ വിവരണം രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ കർത്താവിനെ ജെറുസലേം നിവാസികൾ ആഘോഷപൂർവ്വം സന്തോഷപൂർവ്വം ഓശാന പാടി സ്വീകരിച്ചതിൻ്റെ ഓർമ്മ നമ്മൾ ആചരിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈശോ ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ, ആ ജെറുസലേം ദേവാലയത്തിൻ്റെ മതിൽ പ്രധാന കവാടം കടന്നു കഴിഞ്ഞപ്പോൾ അവിടുന്ന് താഴെ ഇറങ്ങി ആ ദേവാലയത്തിൽ പ്രവേശിച്ച് ദേവാലയത്തിൽ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നവരെ ആട്ടിപ്പുറത്താക്കുന്നതായിട്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈശോ ചെയ്ത ആ ഒരു പ്രവൃത്തി ആ ദേവാലയത്തെ, ദൈവത്തിൻ്റെ ആലയത്തെ അശുദ്ധമാക്കിയിരുന്നവരെ എല്ലാം ആട്ടിപ്പായിച്ച് അതിനെ ശുദ്ധമാക്കുന്നത് നമ്മൾ കാണുന്നു. എന്നാൽ ആദ്യ ഭാഗത്ത് യേശുവിൻ്റെ രാജകീയമായ ജെറുസലേം ദേവാലയത്തെക്കുറിച്ചാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ കാണുന്നു, ശിഷ്യന്മാരോട് ഈശോ തന്നെയാണ് പറയുന്നത്, നിങ്ങൾ എതിരെ കാണുന്ന ഗ്രാമത്തിൽ ചെന്ന് ആ ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു കഴുതയെയും കഴുതക്കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണും. ആ കഴുതയെ അഴിച്ചുകൊണ്ട് വരാനാണ് പറയുക. അപ്പോൾ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുന്നത്, ആരാണ് പറഞ്ഞത് അഴിച്ചുകൊണ്ട് പോകാൻ, അല്ലെ ആർക്ക് വേണ്ടിയാണ് കഴുതയെ അഴിച്ചുകൊണ്ട് പോകുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവിന് അല്ലെ ഗുരുവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് അവരോട് പറഞ്ഞാൽ മതി, അവർ അത് തന്നയക്കും അല്ലെ വിട്ടയക്കും. അതിൻ്റെ അർത്ഥം യേശുവിന് പരിചയമുള്ളൊരു കുടുംബമാണ്.
അപ്പോൾ കർത്താവിന് അത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായും ആ വീട്ടുകാർ കൊടുത്തയക്കുമെന്നുള്ള ഉറപ്പോടു കൂടിയാണ് ഈശോ 2 ശിഷ്യന്മാരെ വിളിച്ച് ഈ നിയോഗം ഏൽപ്പിക്കുന്നത്. അവരാ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. ആ കഴുതയും കഴുതക്കുട്ടിയെയും കാണുകയും ആ കഴുതയും കഴുതക്കുട്ടിയെയും അഴിച്ചുകൊണ്ട് വരികയും ചെയ്തു. ആ കഴുതപ്പുറത്ത് വസ്ത്രങ്ങൾ വിരിച്ച് അതിന്മേൽ യേശുവിനെ ഇരുത്തി അവർ ജെറുസലേമിലേക്ക് പ്രദക്ഷിണമായിട്ട് നീങ്ങുകയാണ്. വഴി ഓരങ്ങളിൽ ഈ ശബ്ദം കേട്ട ആളുകൾ ഓടിക്കൂടി. ഈശോയുടെ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചവരെല്ലാവരും, യേശുവിനെക്കുറിച്ച് കേട്ടിട്ടുള്ളവരെല്ലാവരും ഈ ആരവം കേട്ട് യേശുവിനെ ജയ് വിളിക്കാനായിട്ട് ഓടിക്കൂടുന്നു. നമ്മൾ അവിടെ യേശുവിനെ സ്വീകരിക്കാനായിട്ട് അവരുടെ മേൽവസ്ത്രങ്ങളെല്ലാം ഊരി വഴിയിൽ നിരത്തിയെന്ന് പറയും. ആ വഴിയിൽ കഴുതപ്പുറത്ത് എഴുന്നള്ളി വരുന്ന കർത്താവ് ആ വസ്ത്രങ്ങൾ വിരിച്ച വഴിയിലൂടെ ജെറുസലേമിലേക്ക് കടന്നു വരികയാണ്. മാത്രമല്ല, കൈകളിലെ ഒലിവുചില്ലകൾ, വൃക്ഷങ്ങളിൽ നിന്ന് ഒലിവുചില്ലകൾ ഒടിച്ച് അവ വീശിക്കൊണ്ട് ദാവീദിൻ്റെ പുത്രൻ ഓശാന, അത്യുന്നതങ്ങളിൽ ഓശാന എന്ന് പറഞ്ഞ് പാടി സ്തുതിച്ചുകൊണ്ടാണ്, ആരവത്തോടെ ആർപ്പ് വിളിച്ചുകൊണ്ടാണ് അവർ യേശുവിനെ സ്വീകരിച്ചത്. പലപ്പോഴും നമ്മൾ ഓർക്കും, നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ദേവാലയങ്ങളിൽ 40 മണി ആരാധനയൊക്കെ അവസാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏകദിന ആരാധന സമാപിക്കും, പ്രത്യേകിച്ച് 40 മണി ആരാധനയുടെ സമാപനത്തിൽ നമ്മൾ വിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണം നടത്താറുണ്ട്. ആഘോഷമായി അലങ്കരിച്ച ദേവാലയ അൾത്താരയിൽ പ്രതിഷ്ഠിതനായിരുന്ന കർത്താവ് മഹത്വത്തോടുകൂടി ജനത്തിൻ്റെ മധ്യേ എഴുന്നള്ളി വരുന്നതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ആ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് പോകുമ്പോൾ, ആ വിശുദ്ധ കുർബാന പോകുന്ന നടുവഴി ദേവാലയത്തിൻ്റെ മധ്യഭാഗം തുണികൾ വിരിച്ച് അലങ്കരിച്ചാണ് നമ്മൾ ആ തുണിയുടെ മുകളിൽ കൂടിയാണ് വൈദികർ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് പോകുന്നത്. അത് ആഘോഷത്തോടു കൂടിയാണ്. മേൽക്കട്ടിയെല്ലാം പിടിച്ച്, തിരികളെല്ലാം തെളിച്ച്, പുഷ്പങ്ങളെല്ലാം വിതറി എല്ലാവരും ഗാനാലോപത്തോടു കൂടിയാണ് യേശുവിനെ സ്വീകരിക്കുന്നത്. അന്ന് ജെറുസലേമിൽ ആ തുണികൾ വിരിച്ച്, വഴികളിൽ വിരിച്ച് യേശു കഴുത്തപ്പുറത്ത് എഴുന്നള്ളുന്ന യേശുവിനെ സ്വീകരിച്ച ജനങ്ങളെപ്പോലെ ഇന്ന് നമ്മുടെ ആ ഒരു അനുഭവത്തോടു കൂടി വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് പോകുമ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നു. ആ ജീവിക്കുന്ന കർത്താവിനെ നമ്മൾ സ്വീകരിക്കുകയാണ്. അപ്പം അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശുവിനെ ജെറുസലേം ദേവാലയത്തിലേക്ക് ആഘോഷമായി സന്തോഷപൂർവ്വം ഓശാന പാടി സ്വീകരിച്ച ആ ജനത്തിൻ്റെ അനുഭവമാണ് ഇന്ന് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്നത്. അങ്ങനെ കർത്താവിനെ സന്തോഷപൂർവ്വം അവർ സ്വീകരിക്കുകയാണ്, ആവേശപൂർവ്വം സ്വീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരനുഭവമാണ്. ഈ ഓശാന ഞായർ ഒരു അനുഭവമായി മാറ്റണം നമ്മുടെ ജീവിതത്തിൽ. അതുപോലെ തന്നെ ആ ജെറുസലേം നിവാസികളെ പോലെ യേശുവിൻ്റെ കൃപകൾ സ്വീകരിച്ചവരാണ് നമ്മൾ. ആ യേശുവിനെ അറിയുന്നവരാണ് നമ്മൾ. ആ യേശുവിനെ രക്ഷകനും നാഥനുമായി അംഗീകരിച്ച് ഏറ്റുപറയുന്നവരാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഈ ഓശാന ദിവസം കുരുത്തോല കൈകളിൽ എന്തി നമ്മൾ ഓശാന പാടി പ്രദക്ഷിണമായി ദേവാലയത്തിൽ വന്ന് ആ ജെറുസലേം ദേവാലയത്തിൽ ഈശോ കടന്നതുപോലെ മഹത്വത്തിൻ്റെ രാജാവായ ഈശോ ആ കവാടത്തിന് 3 പ്രാവശ്യം മുട്ടി തുറന്ന് ആ മഹത്വത്തിൻ്റെ രാജാവിനെ നമ്മൾ സ്വീകരിക്കുകയാണ്. രാജാതിരാജനായ യേശുവിനെ നമ്മൾ സ്വീകരിക്കുകയാണ്. അത് നമ്മുടെ ഒരു ആധ്യാത്മികതയായിട്ട് മാറണം. ആ യേശുവിനെ സന്തോഷത്തോടെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ കഴിയണം. ഓശാന പാടി സ്തുതിപ്പുകളോടെ സ്വീകരിക്കാൻ കഴിയണം. തളർന്ന മനസ്സോടെയല്ല, ആനന്ദത്തോടെ, ആവേശത്തോടെ, ആർപ്പുവിളികളോടെ കർത്താവിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കർത്താവിനെ നമ്മൾ സന്തോഷപൂർവ്വം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ, ഒരു ഹാപ്പി വെൽക്കം നമ്മൾ പറയുമ്പോൾ, ഒരു സോളം വെൽക്കം നമ്മൾ നൽകുമ്പോൾ, ഈശോ നമ്മുടെ ജീവിതത്തിൽ അതിനാഥനായിട്ട് കടന്നു വരും. നമ്മുടെ ജീവിതത്തിൻ്റെ നാഥനായിട്ട് എഴുന്നേണ്ടി വരും. അവിടെ ഒരു ദാസനായിട്ടല്ല, ഒരു യാചകനായിട്ടല്ല, മറിച്ച് രാജാവായി നമ്മൾ സ്വീകരിക്കുകയാണ്. നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ, നമ്മൾ ആദ്യ വെള്ളിയാഴ്ചകളിൽ ആ കുടുംബ പ്രതിഷ്ഠ നവീകരിക്കുമ്പോൾ നമ്മൾ ഏറ്റുചൊല്ലുന്ന എന്താണ്? ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം അങ്ങ് ആശീർവദിക്കണമേ. ഞങ്ങളുടെ സന്തോഷങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകണമേ. എല്ലാം ഈശോയോട് പറയുകയാണ്. ഈശോയ്ക്കൊരു സ്ഥാനം കൊടുക്കുകയാണ് നമ്മുടെ കുടുംബത്തിൽ. അതുപോലെ ഈ ഓശാന ദിവസം നമ്മൾ കർത്താവിനെ എതിരേറ്റ് കൊണ്ടുവന്ന് ആ ദേവാലയത്തെ പ്രവേശിച്ച് ദൈവത്തെ ആരാധിക്കുന്നു, കർത്താവിനെ ആരാധിക്കുന്നു. ആ മാലാഖമാരോടും സകല വിശുദ്ധരോടും സാർവത്രിക സഭയോടും ചേർന്ന് ദൈവജനം ഒന്നിച്ച് ആ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഓശാന പാടി യേശുവിനെ എതിരേറ്റ ആ ജനത്തോട് ചേർന്ന് നമ്മളും ഇന്ന് കർത്താവിനെ ആർപ്പവിളികളോടെ, ആരവത്തോടെ, സന്തോഷത്തോടെ, നിറഞ്ഞ ഹൃദയത്തോടെ സ്വീകരിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ
സന്തോഷത്തോടെ ഈശോയെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കർത്താവ് അന്ന് ജെറുസലേമിൽ ചെയ്ത അതേ കാര്യം ചെയ്യും. നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തെ അശുദ്ധമാക്കുന്ന ശക്തികളുണ്ടാകാം, അസ്വസ്ഥപ്പെടുത്തുന്ന ശക്തികളുണ്ടാകാം, അതിൻ്റെ പരിശുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങളുണ്ടാകാം. അവയെല്ലാം കർത്താവ് ആട്ടിപ്പായിക്കും. അവയെല്ലാം അവിടുന്ന് ആട്ടിപ്പായിച്ച് നമ്മിൽ നിന്ന് അകറ്റി നമ്മളെ ശുദ്ധീകരിക്കും. എൻ്റെ പിതാവിൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, അതിനെ നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഓശാന ആചരിക്കുമ്പോൾ യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്കും ഓശാന പാടി സ്വീകരിക്കാം. ഓരോ വിശുദ്ധ കുർബാന സ്വീകരണത്തിലും ഈശോ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ ഒരു ആനന്ദത്തോടെ ഈശോയെ നമുക്ക് സ്വീകരിക്കാം. ഈശോയെ, അങ്ങ് എൻ്റെ ജീവിതത്തിൻ്റെ നാഥനായിട്ട് വാഴണം, രാജാവായിട്ട് വാഴണം. എൻ്റെ പ്രവൃത്തികളെല്ലാം അങ്ങ് നിയന്ത്രിക്കണം. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് വിശുദ്ധീകരിക്കണം. എൻ്റെ ജീവിത വഴികളിൽ അങ്ങ് നായകനായിട്ട് നിൽക്കണം. അങ്ങനെ മഹത്വത്തോടെ എന്നിൽ അങ്ങ് വസിക്കണം. ആ ഒരു ആഗ്രഹത്തോടെ ഈ ഓശാന അനുഭവം നമ്മളെ നയിക്കട്ടെ. ആ ഒരു അനുഭവത്തോടെ ജീവിക്കാൻ ഈ ഓശാന തിരുനാളിൻ്റെ അനുഭവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഓശാന പാടി യേശുവിനെ ജെറുസലേമിലേക്ക് സ്വീകരിച്ച ജനത്തെ പോലെ ആർപ്പുവിളികളോടും സന്തോഷം നിറഞ്ഞ സ്തുതിപ്പുകളോടും കൂടി യേശുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ നാഥനായി നമുക്ക് സ്വീകരിക്കാം. ആ യേശു നമ്മുടെ ജീവിതത്തിൽ എന്നും എവിടെയും എപ്പോഴും നാഥനായി വസിച്ച് നമ്മളെ നയിക്കുമാറാകട്ടെ. ആ യേശുവിനെ സ്വീകരിച്ച് എഴുന്നള്ളിക്കാനായിട്ട് സ്വയം സമർപ്പിച്ച കഴുതയെപ്പോലെ എൻ്റെ ജീവിതം വഴി എന്നിൽ കുടികൊള്ളുന്ന യേശുവിൻ്റെ മഹത്വം അനേകർക്കറിയാനും അനുഭവിക്കാനും ഇടയാകത്തക്ക വിധം യേശുവിനെ വഹിക്കുന്നവരായി ആ കഴുതയെപ്പോലെ യേശുവിൻ്റെ സമൂഹ മധ്യത്തിൽ ഉയർത്തി നിർത്തുന്നു. കാരണം കഴുതപ്പുറത്ത് കയറിയ കർത്താവിനെ എല്ലാവർക്കും കാണാൻ സാധിച്ചു. അപ്പം നമ്മുടെ ജീവിതങ്ങളിലൂടെ യേശുവിനെ കൂടുതലായി മറ്റുള്ളവർക്ക് കാണാനും അനുഭവിക്കാനും ആനന്ദിക്കാനും ഇടയാകത്തക്ക വിധം യേശുവിനെ ഏറ്റുപറയുന്നവരും യേശുവിനെ വഹിക്കുന്നവരുമായി ജീവിക്കുവാനുള്ള ഒരു അനുഗ്രഹം ഈ ഓശാന ദിവസം കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതം വഴി കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ. അതുവഴി നമ്മുടെ ജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഓശാന പാടി അങ്ങയെ സ്വീകരിച്ച ജെറുസലേം നിവാസികളെ പോലെ ഇന്ന് ഞങ്ങളും അങ്ങേക്ക് ഓശാന പാടുകയായിരുന്നല്ലോ. കർത്താവായ ഈശോയെ, മാമോദീസായിൽ അങ്ങയെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചവരാണ്. ആ ഒരു അനുഭവത്തിൽ എപ്പോഴും ആ ഒരു ഓർമ്മയിൽ എപ്പോഴും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ തളർന്നു നിൽക്കാതെ ഉയർന്നു നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അങ്ങയെ പേറുന്നവരായി അങ്ങയെ സമൂഹത്തിൽ സാക്ഷികളാക്കുന്നവരായി ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. അങ്ങനെ ആ ദേവാലയത്തെ പ്രവേശനം വിശുദ്ധീകരിച്ചതുപോലെ എൻ്റെ ജീവിതത്തിലെ എല്ലാ അശുദ്ധികളിൽ നിന്നും മോചിച്ച് എന്നെയും വിശുദ്ധീകരിക്കണമേ. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും എവിടെയും അങ്ങയെ മഹത്വപ്പെടുത്തുന്നവരായി ജീവിക്കുവാൻ, അങ്ങേക്ക് സാക്ഷ്യം നൽകുന്നവരായി ജീവിക്കുവാൻ ഈ ഓശാന തിരുനാൾ ഞങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വം നിങ്ങളെല്ലാവരിലും കുടികൊള്ളുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യെരൂശലേം നഗരിയതിൽ വരുന്നു മഹാരാജനെന്നു അറിഞ്ഞതിനാൽ ബഹുജനങ്ങൾ ഒരുങ്ങി വന്ന രചനയെതിരേൽപ്പാൻ, ഒരുങ്ങി വന്ന രചനയെതിരേൽപ്പാൻ